ഞാൻ നിങ്ങളുടെ അടുത്ത് ആദ്യം നിരഞ്ജന്റെ അടുത്ത് തന്നെ തുടങ്ങാം. ഓക്കെ, അതായത് നമ്മൾ പലപ്പോഴും വിചാരിക്കും താരങ്ങളുടെ മക്കൾ സിനിമയിലേക്ക് വരുമ്പോൾ ഭയങ്കര ഈസി ആയിരിക്കും അവർക്ക് വരാൻ, ഒട്ടും കഷ്ടപ്പെടണ്ടെന്നൊക്കെ. അപ്പം ഞാൻ നിരഞ്ജനോട് ചോദിക്കാൻ പോകുന്നത് കല്ലും മുള്ളും നിറഞ്ഞ വഴികളായിരുന്നു, അത് നല്ല ടാറിട്ട റോഡിലൂടെ നേരെ അങ്ങ് വരുമായിരുന്നു? കമ്പാരിറ്റീവ്ലി നടന്മാരുടെ മക്കൾക്ക് ഒരു എന്താ പറയാ ഈസി ആണെന്നൊരു ഈസി ആയിരിക്കാം, കാരണം ഒരു എൻട്രി ഉണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്ന ആൾക്കാർ കുറച്ചെങ്കിലും മനസ്സിലാക്കി തുടങ്ങിയത് ഫൈനൽസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബോബി. എന്നാലും ആ സമയത്തൊക്കെ ഈ ബോബിയിൽ അഭിനയിച്ച പയ്യൻ, ഫൈനൽസ് അഭിനയിച്ച പയ്യെന്ന് പറയുള്ളൂ. ആരും മണിയമ്പിള്ള രാജുവിന്റെ മോൻ എന്നുള്ള ഇങ്ങനൊരു മോൻ ഉണ്ടായിരുന്നു എന്നൊരു കമന്റുകൾ ഞാൻ അപ്പം കാരണം ഞാൻ അഭിനയിച്ച അച്ഛനാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് എവിടെയും അങ്ങനെ പറയുന്നുമില്ല. അച്ഛന് എന്നെ അങ്ങനെ വലിയ നടനാക്കണമെന്ന് താല്പര്യമില്ല. കാരണം അച്ഛൻ വളരെ കഷ്ടപ്പെട്ട് വളരെ കുറെ നാണക്കേടുകളൊക്കെ സഹിച്ചാണ് അച്ഛൻ സിനിമ നടനായത്. അപ്പം അതുകൊണ്ട് ആ ഒരു നമുക്ക് അത്രയും കഷ്ടപ്പെടേണ്ടി വരുന്നില്ല. അൻസിബ ഒരു ഫിലിം ഡയറക്ട് ചെയ്യാൻ പോകണം കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾ സൗഹൃദത്തിലൂടെ ഒരു ചാൻസ് നിങ്ങൾക്ക് ചോദിക്കാം. എന്താണ് ആ സിനിമ ഡയറക്ഷനിലേക്ക് തിരിയുന്നു അങ്ങനെയൊക്കെ ഞാൻ കേട്ടു, ഇതൊക്കെ സത്യമാണോ? സത്യമല്ലാതെ. അപ്പൊ എങ്ങനെയാണ് അതിലേക്ക് കഥയൊക്കെ എഴുതി വെച്ചോ? ഞാൻ BSc വിസ്കോം ആയിരുന്നു കംപ്ലീറ്റ് ചെയ്തത്. അപ്പൊ എനിക്ക് ആദ്യമേ ബിഹൈൻഡ് ദി ക്യാമറ വർക്ക് ചെയ്യാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ആദ്യം സിനിമയിൽ എത്തുക എന്നുള്ളത് തന്നെ ഒരു വലിയ ടാസ്ക് ആയിരുന്നു. പ്രത്യേകിച്ച് കാലിക്കറ്റിൽ നിന്ന് ഒരു വില്ലേജിൽ നിന്ന് വരിക, ഇവിടെ എത്തിപ്പെടുക, അത് ആദ്യത്തെ വലിയ ടാസ്ക്. അത് കഴിഞ്ഞു കുറെ ഒരു സ്ട്രഗിൾ ഒക്കെ കഴിഞ്ഞിട്ടാണ് ദൃശ്യം വന്നത്. അത് കഴിഞ്ഞപ്പോഴും ഞാൻ എക്സ്പെക്ട് ചെയ്തു കുറെ ഇതുപോലെ മൂവീസൊക്കെ, ഇനിയിപ്പോൾ ഒരുപാട് മൂവീസിൽ ഞാൻ അഭിനയിക്കുന്നു. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെയുള്ള ഒരു ക്യാരക്ടേഴ്സോ മൂവീസോ ബാനറിനോ അങ്ങനെയൊന്നും എനിക്കൊരു ഓഫേഴ്സ് ഒന്നും വന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ നിർത്താം. അങ്ങനെ ഞാൻ എൻ്റെ സ്റ്റഡീസൊക്കെ ഞാൻ ഡിസ്കണ്ടിന്യൂ ആയി പോയിട്ടുണ്ടായിരുന്നു. ഞാനത് വീണ്ടും കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ സ്റ്റോറി സ്ക്രീൻ പ്ലേ ഒക്കെ ചെയ്തിട്ട് മൂവി ഡയറക്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ എല്ലാ പ്രീ പ്രൊഡക്ഷൻ എല്ലാം കംപ്ലീറ്റ് ആയതായിരുന്നു. പക്ഷേ ഇനി അറിയില്ല അത് എപ്പോഴായിരിക്കും. നായകനെയൊക്കെ ഫിക്സ് ചെയ്തോ? ഇല്ല, ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല. ഈ ആക്ഷൻ ഒന്ന് ശ്രദ്ധിച്ചൂടെ? നീ എന്റെ സുഹൃത്ത്, ഞങ്ങള് ഭയങ്കര സുഹൃത്തുക്കളോടോ. ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഒരു റിയാലിറ്റി ഷോയിലൂടെ സിനിമ മോഹമായിട്ട് ആ റിയാലിറ്റി ഷോയിലൂടെ വന്നു. ഞാൻ സെമി ഫൈനലായപ്പോ ഔട്ടായി, ഇവള് ഫൈനൽസിൽ വരെ നിന്നു. അടിപൊളി ഒരു ഷോ ആയിരുന്നു അത്. പിന്നെ ഞാൻ നോക്കുമ്പോൾ തമിഴില് കുറെ സിനിമയൊക്കെ ചെയ്തു. നിരഞ്ജന ഈ പറഞ്ഞ പോലെ ബിഹൈൻഡ് ദി ക്യാം എന്തെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യണമെന്ന് എപ്പോഴെങ്കിലും ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഡയറക്ഷൻ താല്പര്യമുണ്ട്. പിന്നെ ഞാൻ സ്റ്റോറി സംഭവങ്ങളൊക്കെ ഇപ്പൊ ഒരെണ്ണം ഇങ്ങനെ കഴിഞ്ഞു, നിങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാരാണല്ലോ. അങ്ങനല്ല, എനിക്ക് പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും ഭയങ്കര ഇമാജിനേഷൻ ജീവിയാണ്. അപ്പൊ ഇങ്ങനെ കുറെ കഥകൾ ഇങ്ങനെ ആലോചിച്ച് കൂട്ടും. ഇങ്ങനെ എല്ലാം വർക്ക്ഔട്ട് ആവണമെന്നില്ല. അപ്പൊ ഒരു സാധനം ഇങ്ങനെ ഓക്കെ, അടിപൊളി. അപ്പൊ നമ്മള് എന്തായാലും കുറച്ച് വിശേഷങ്ങൾക്ക് ഒരു ബ്രേക്ക് കൊടുക്കാം. ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം. അപ്പൊ ആ വീഡിയോ നിങ്ങൾ നോക്കിയിട്ട് ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അതിലേക്ക് ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടേതായിട്ട് ആഡ് ഓൺ ചെയ്ത് നമുക്കൊരു സംഭവം ഇവിടെ കലക്കാം. കണ്ടിട്ടൊരു അവലക്ഷണം പിടിച്ചവനെ പോലുണ്ടല്ലോ. തനി അതല്ല അച്ഛന്റെ കുഴപ്പ. താൻ വലിയ ക്രോസ് സാരം നടത്തണ്ട. മര്യാദക്ക് എന്റെ ഭാര്യ കൊച്ചിനും വിളി. ഇറങ്ങി വാടി, ഇറങ്ങി വരാൻ. എടീ ദ്രോഹി, വഞ്ചകി, ചതിച്ചി, എവിടെയാടി എന്റെ കൊച്ച്? എവിടെയാടി? നിങ്ങളാരാ? ഞാൻ ആരാണ് അറിയില്ലല്ലേടി? സൂക്ഷിച്ചു നോക്ക്. കോട്ടയം സെന്റ് മേരീസ് പള്ളിയിൽ 1990 ജനുവരി 9 മാതാവിനെ സാക്ഷി നിർത്തി നിന്നെ താലി കെട്ടിയ കോർപ്പറേഷൻ ക്ലർക്ക് ലാസറിന്റെ മുഖത്ത് നോക്കി നിങ്ങൾ ആരാണെന്ന് ചോദിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടി? നിന്റെ ചാന്തിനും പൊട്ടിനും ക്യൂടെക്സിനും പോലും എന്റെ ശമ്പളം തികയില്ലെന്ന് പറഞ്ഞ് നീ വീടോട്ട് ഇറങ്ങിയപ്പോൾ പണത്തിനേക്കാൾ വലിയ വില സ്നേഹത്തിനുണ്ടെന്ന് മനസ്സിലാക്കി നീ എന്റെ വീട്ടിൽ തിരിച്ചു വരാൻ നാളെ പ്രതീക്ഷിച്ച് ആ പൂമുഖപ്പുഴയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു നിനക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നു. നാട് മുഴുവൻ എന്നെ എന്റെ കുഞ്ഞിനെയും തേടി നിന്നെയും നിന്റെ കുഞ്ഞിനെയും തേടി ഇവിടെ കാണാൻ വന്നപ്പോ ഇത്ര ക്രൂരമായി നിങ്ങൾ ആരാണെന്ന് എന്റെ മുഖത്ത് നോക്കി നീ ചോദിക്കുന്നത് ഒരിക്കലും ശരി ശരി ശരി, ഞാൻ നിന്റെ ഭർത്താവല്ല, സമ്മതിച്ചു. പക്ഷെ നീ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. നീ ഒരു പണക്കാരന്റെ ഭാര്യയായിട്ട് ജീവിക്കുന്നത് കാണിച്ചു തരാന്ന് പറഞ്ഞാൽ നീ ഇവിടെ ഇറങ്ങിയത്. നീ സുഖമായി ജീവിച്ചോളൂ. പക്ഷെ എന്റെ കുഞ്ഞ്, എന്റെ സ്വന്തം സ്വന്തം ചോരയെ പറഞ്ഞ കുഞ്ഞ്, എനിക്കത് വേണം. ശരി, കുഞ്ഞിനെ ഞാൻ തരാം. നിങ്ങൾ കുറെ നേരമായി കുഞ്ഞ് കൊച്ചെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എന്താ കുഞ്ഞിന്റെ പേര്? അപ്പം പേര് പറഞ്ഞ കുഞ്ഞിനെ തരാം. എന്നാ കേട്ടോ, മേരി. മേരി എന്നുള്ള പേരിലൊരു കുട്ടി ഇവിടെ ഇല്ല. മേരി എന്നാണ് ഞാൻ വിളിക്കുന്നത്. എന്റെ കൊച്ചു എനിക്ക് സൗകര്യമുള്ള പേര് വിളിച്ചൂടെ? എന്താ കൊള്ളൂല്ലേ പേര്? നിങ്ങളോട് ചോദിച്ചത് ആ കുട്ടിയുടെ ശരിയായ പേരാണ്. ശരിയായ പേര് മുത്തു. പെൺകുട്ടികൾക്ക് ആരെങ്കിലും മുത്തു എന്ന് പേരിടൂടാ? ഇട്ടൂടെ നിയമമൊന്നുമില്ലല്ലോ. എന്റെ അമ്മയുടെ പേര് പീതാമരൻ ആയിരുന്നു. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി നേരെ ചുവയുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചല്ലെന്ന്. എനിക്കറിയാം, ഇവന്റെ അച്ഛന്റെ പേര് ഭവാനിയമ്മ എന്നാലേ. മനുഷ്യ ഇവിടെ തീർന്നു നിൽക്കുമ്പോ കളിയാക്കല്ലേ. കുഞ്ഞിന്റെ പേരെപ്പ തനിക്ക് അറിയില്ല. മല മല മല, കുഞ്ഞിന്റെ പേര് മല. മലയല്ലടാ, കുന്ന് കുന്ന്. നിന്റെ അമ്മയുടെ 16 അടി നടന്നില്ലേ ആ കുന്ന്? കഴുത, മഴ കഴുത. ശോഭന,
മണിയമ്പിള്ള രാജു സർ ആൻഡ് തിലകൻ സർ, മോഹൻലാൽ സർ എല്ലാവരും തകർത്തു. അതായത് ഞാൻ വിചാരിച്ചില്ല, അതായത് നിരഞ്ജൻ ഇങ്ങനെ ഞാൻ പറയുമ്പോൾ ഒരു കാര്യം എന്താ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്ന ഞാൻ വിചാരിച്ചത്. പക്ഷെ നിങ്ങൾ പൊളിയാണ് മച്ചാനെ, നിങ്ങൾ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു സീൻ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, അവരൊക്കെ ഭയങ്കര വലിയ ആർട്ടിസ്റ്റുകളാണ്, ഞങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് എന്തൊക്കെയോ ചെയ്തപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കാം. നമുക്ക് എല്ലാവർക്കും ഒന്ന് ക്ഷമ ചോദിച്ചേക്കാം, ക്ഷമിക്കുക.